ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു കുഞ്ഞു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാള വറ്റിച്ച് വെച്ചതാണ് കേട്ടോ കറി. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇതിൽ വലിയ പ്രത്യേകതയൊന്നും തോന്നുന്നുണ്ടാവില്ല, കാരണം നിങ്ങൾ സ്ഥിരം വയ്ക്കാറുള്ള കറിയാവും. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ട് വയ്ക്കുക, കാരണം എനിക്ക് ഈ മീൻ നാളികേരം ഇല്ലാതെ വയ്ക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ നാളികേരം തീരെ ഇല്ലാതായി പോയാൽ നമ്മൾ എന്ത് ചെയ്യൂലേ? നാളികേരം ഇടാമെന്ന് വരുന്ന ആൾ വന്നുമില്ല. കാരണം 2-3 നാളികേരം ഉള്ളപ്പോൾ നമ്മൾ വിളിച്ചതാണ്, പക്ഷേ ആൾ ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പോൾ നാളികേരം ഒന്നും ഇല്ലാത്തൊരവസ്ഥയും. വീട്ടിൽ തേങ്ങയുള്ള കാരണം തന്നെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കാറില്ല, ഇതുവരെ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറി വയ്ക്കാതെ പറ്റില്ല. അപ്പോൾ മീനെന്നാൽ വറ്റിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതുവരെ എനിക്ക് തീരെ ഇഷ്ടമില്ല മീൻ, നാളികേരം ഒഴിക്കാത്ത മീൻ കൂട്ടാൻ ഞാൻ കഴിക്കാത്ത ഒരാളാണ്. പക്ഷെ നിവൃത്തിയില്ല. പക്ഷേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട്, അതിൻ്റെ ടേസ്റ്റ് നല്ല രസമുണ്ട്. അപ്പോൾ ഇങ്ങനെയല്ല നിങ്ങൾ വയ്ക്കാറുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂ. അപ്പോൾ കരിവേപ്പില പൊട്ടിക്കാൻ പോയപ്പോഴാണ് കണ്ണിമാങ്ങ വീണ് കിടക്കണ കണ്ടത്. അപ്പോൾ അതൊക്കെ പറക്കിയെടുത്തു. പണ്ടൊരു ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് ഇത് വെച്ചിട്ട്, ഉള്ളി ഇട്ടിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ വീണ്ടും കാണിച്ചു തരാം. ഇപ്പോൾ അത് ചെയ്യുന്നില്ല, ഞാൻ പറക്കി വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ മൂവാണ്ടൻ്റെയാണിത്. അധികം മാവ് നമ്മൾ മേടിച്ച് വെച്ച മാവാണ്. പക്ഷേ ഞങ്ങളുടെ വീട്ടിലൊരു വലിയ മാവ് ഉണ്ടായിരുന്നു, നാട്ടുമാവ്. ഭയങ്കര വലുതായിരുന്നു അത്. അതുമ്പോൾ നിറച്ച് മാങ്ങ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു ഭാഗത്തുള്ള ഒരുവിധപ്പെട്ട വീടുകളിലൊക്കെ അതിൻ്റെ മാങ്ങ എത്തിക്കാറുണ്ട്. നല്ല പുളിയനാണ്, പക്ഷേ അതിൻ്റെ കണ്ണിമാങ്ങ അച്ചാറിടാൻ സൂപ്പറാണ്. അപ്പോൾ അതിൻ്റെ കണ്ണിമാങ്ങ പറിച്ചിട്ട് അച്ചമ്മ ചമ്മന്തി ഉണ്ടാക്കി വെക്കും ഞാൻ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും. അപ്പോൾ അതിൻ്റെ ഒരു തൈ ഞങ്ങൾക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമ്പോൾ അത് മാവ് പൂത്ത് നന്നായിട്ട് മാങ്ങ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇതൊരു ഭയങ്കര മാവായിരുന്നു കേട്ടോ. എൻ്റെ കല്യാണത്തിനൊക്കെ പന്തലിട്ടിട്ട് അതുമ്പോൾ നിറച്ച് മാങ്ങ വീണിട്ട് ശരിക്കും ആൾക്കാർ പേടിച്ചിട്ടുണ്ട്, ഇത് എന്താണാവോ എന്ന് വിചാരിച്ചിട്ട്. അത് എന്നിട്ട് നമ്മുടെ പന്തലഴിച്ച് കഴിഞ്ഞപ്പോൾ അതുമ്പോൾ ഇഷ്ടം പോലെ മാങ്ങിയായിരുന്നു പന്തലിൻ്റെ ഉള്ളിൽ. അത് മുഴുവനും പന്തൽ പണിക്കാർ കൊണ്ടുപോയി. അങ്ങനെ ഒരു എന്താ പറയുക, അതിൻ്റെ ഭയങ്കര ഹൈറ്റിൽ പോയ മാവായിരുന്നു. കണ്ണിമാങ്ങയ്ക്ക് കോൺട്രാക്റ്റ് കൊടുത്തിട്ട് അവർക്ക് കയറാൻ പറ്റാണ്ട് അത് അവർ അവിടെ ഇട്ടിട്ട് പോയി. അത്രയും വലിയ മാവായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ കറിയിലേക്ക് വരാം. നമുക്ക് കറി വെക്കാനായിട്ട് സബോള, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയാണ് വേണ്ടത്. പിന്നെ തക്കാളി വേണം. ഞാനപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയി തക്കാളി അതിൽ. അപ്പോൾ ഞാൻ വീണ്ടും പറയാം. കുറച്ച് ഉള്ളി എടുക്കുക, കുറച്ച് സബോള, അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി, ഇത്തിരി ഇഞ്ചി, അതൊക്കെ ഒന്ന് ചതച്ച് അല്ലെങ്കിൽ നമുക്ക് അരിഞ്ഞു കൊടുക്കാം. അതിന് ശേഷം മീൻ കഴുകി വാരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ അത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എടുക്കണതിന് അളവിനനുസരിച്ച് നമ്മൾ ഉള്ളിയും സബോളയൊക്കെ എടുക്കുക. അപ്പോൾ ഇനി ഞാൻ അടുപ്പത്ത് തന്നെയാണ് കറി വെക്കുന്നത്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊന്നും ഇട്ട് ഞാൻ കറി വെക്കാറില്ല, പക്ഷേ ഈ ഒരു കറിയിൽ ഉലുവ ഇട്ടിട്ടാണ്. പക്ഷേ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമില്ല നാളികേരം ഒഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ലാസ്റ്റ് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നാളികേരം ഒഴിക്കാതെ കറി ഇഷ്ടമില്ലാത്തവരൊക്കെ ഒന്നത് ട്രൈ ചെയ്ത് നോക്കിക്കോളും, നിങ്ങൾക്കും ഇഷ്ടമാവും. അപ്പോൾ ഞാനിതിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇട്ട് കൊടുക്കുക. ഞാനത് മറന്നുപോയി. പിന്നെ പകുതി മൂപ്പായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. പിന്നെ ഞാൻ ഇട്ടില്ല. അപ്പോൾ മുളക് പൊടി ഇത്തിരി എരിവ് കൂട്ടിയിട്ട് കൊടുത്തു. അപ്പോൾ പച്ചമുളക് ഉള്ളവർ മുളക് പൊടി കുറച്ചപ്പോൾ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക, അതും കുറച്ച് ടേസ്റ്റ് കൂട്ടും. അപ്പോൾ ഈ സബോളയൊക്കെ നന്നായിട്ട് വഴണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തക്കാളി നമ്മൾ എടുത്ത് വെച്ചത് അത് പേസ്റ്റ് ആക്കിയിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. തക്കാളി മുറിച്ചിട്ടല്ല, ഞാൻ പേസ്റ്റ് ആക്കിയിട്ട്. അപ്പോൾ കുറച്ചും കൂടി കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടും നമ്മൾ പേസ്റ്റ് ഒഴിച്ച് കൊടുക്കുമ്പോൾ. തക്കാളി അരിഞ്ഞിട തന്നെ എടുക്കണം. അപ്പോൾ ഈ സബോളയൊക്കെ നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തക്കാളി അടിച്ചത് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം തക്കാളി ഒഴിച്ച് കൊടുക്കും ചെയ്യാം കേട്ടോ. ഞാൻ എല്ലാ കറികളിലും ഇങ്ങനെയാണ് ചെയ്യാറ്. തക്കാളി ഒഴിച്ച് അതൊന്ന് പച്ചക്കുത്ത് മാറിയതിന് ശേഷം മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാറാണ്. ചിലർ ഞാൻ നേരെ തിരിച്ച് ചെയ്യണ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ചെയ്യാറെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ട് മാറിക്കഴിയുമ്പോൾ ഇതിലധികം പൊടികളൊന്നും വേണ്ട. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികൾ തന്നെ ഇതിൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ മീൻ എടുക്കുന്ന ആ ഒരു അളവിനനുസരിച്ച് തന്നെ നിങ്ങൾക്കും ചേർത്ത് കൊടുക്കുക. അല്ലാതെ ഞാനൊരളവ് പറഞ്ഞാൽ നിങ്ങൾ മീൻ കൂടുതൽ എടുക്കുകയോ കുറവ് എടുക്കുകയോ ചെയ്യണമെങ്കിൽ അപ്പോൾ അതിൻ്റെ അളവ് ശരിയാവില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ പൊടികൾ ഇട്ട് കൊടുത്തോളൂ. ഇത്ര പൊടി തന്നെ ഇടുന്നുള്ളൂ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ അതിൻ്റെയും ആ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം അപ്പോൾ ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളും ചെറിയ ചൂടോടുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ കണക്കും ഞാൻ പറയുന്നില്ല, നമുക്ക് ആവശ്യത്തിനനുസരിച്ച്. ഗ്രേവി വേണ്ടവർക്ക് കൂട്ടി ഒഴിക്കാം. വറ്റിച്ച് നല്ലപോലെ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക എല്ലാവരും, അതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ കുടംപുളി ഇടുന്നുണ്ട്, 2 അല്ലി കുടംപുളിയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ തക്കാളിക്ക് നല്ല പുളിയൊക്കെ ഉണ്ടെങ്കിൽ ഒരെണ്ണം ഇട്ടാലും മതി.
പിന്നെ ഇത് ഒന്ന് തിളച്ചതിന് ശേഷം മീനിട്ട് കൊടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളം ഒഴിച്ച കാരണം തള വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ തന്നെ ഇട്ട് കൊടുത്തു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഒന്ന് തിളച്ചൊന്ന് സെറ്റായിട്ട് ഇട്ട് കൊടുത്താലും മതി. പിന്നെ മീനൊക്കെ ഇട്ട് കൊടുക്കാം. മീനിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്ന് വറ്റി കിട്ടുന്ന സമയമേ വേണ്ടു മീൻ കൂട്ടാൻ റെഡിയാവാനായിട്ട്. അപ്പോൾ ചാള വേവാൻ അധികം സമയവും വേണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, ഇനി മുതൽ ഞാൻ ഈ ഒരു ടൈമിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുക, ഉച്ചയ്ക്ക്. കാരണം ഇനിയിപ്പോൾ നൊയമ്പൊക്കെ തുടങ്ങുകയാണ്, അപ്പോൾ എല്ലാവർക്കും വൈകിട്ട് വീഡിയോ ഇട്ടാൽ കാണാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നൊയമ്പും ഒക്കെ തുടങ്ങാമല്ലേ. പിന്നെ നമ്മുടെ ഷീഷൈനും ഈ ഒരു ടൈമിൽ തന്നെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുക, കാരണം അവർക്ക് നൊയമ്പ് തുടങ്ങുകയാണ്. അപ്പോൾ വൈകുന്നേരം വീഡിയോ ഇടാനുള്ളൊരു ടൈമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് വീഡിയോ ഇടാറ്. ഏത് ദിവസം വീഡിയോ ഇടുന്നോ അതുപോലെ തന്നെ ടൈമും എല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷീഷൈനും ഇനി മുതൽ ഉച്ചയ്ക്കായിരിക്കും വീഡിയോ ഇടുക, അവർക്ക് നൊയമ്പ് തുടങ്ങണം. അപ്പോൾ ഞാനും അതൊരു ടൈമിലാണ്. അപ്പോൾ വൈകിട്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാറുള്ളവർ ഉച്ചയ്ക്കും വന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ നമ്മുടെ മീൻ കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ മീൻ കൂട്ടാൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ ഇത് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിലേക്ക് വിളമ്പാലേ. അപ്പോൾ ഇന്ന് ഈ ഒരു മീൻ കൂട്ടാനും അതിൻ്റെ കൂടെ തന്നെ ചാള വറുത്തതും ഉണ്ടായിരുന്നു. പിന്നെ അച്ചാറും ഒരു മുളക് നമ്മൾ ഉണക്കി വെച്ചേക്കണ കാരണം ഡെയിലി അത് വറക്കും. അച്ചാർ പിന്നെ നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. മഞ്ഞൾ പറിക്കാനുണ്ടായിരുന്നു, അപ്പോൾ പണിക്കാരുണ്ടായിരുന്നു, അപ്പോൾ അവർക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി അച്ചാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചാർ ഞാൻ ഇതിൽ വിളമ്പണ കാണിക്കണില്ല, ഇത് അച്ഛൻ്റെ ചോറ് വിളമ്പിയതാണ്. അച്ഛന് അച്ചാർ ഇഷ്ടമായിരുന്നില്ല, അപ്പോൾ അത് കാരണം അച്ഛന് ഞാൻ വിളമ്പിയില്ല, അച്ചാർ വിളമ്പിയിട്ടില്ല. പിന്നെ അതായത് എനിക്ക് വിളമ്പിയതാണ്, അപ്പോൾ അതിന് ഞാൻ അച്ചാർ വിളമ്പിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഉച്ചയ്ക്ക് ഇതൊക്കെയായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ വൈകിട്ട് ഒന്ന് വെറൈറ്റി ആയിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിത് നൂൽപ്പൂട്ട്, കാലത്തെ നൂൽപ്പൂട്ടാണ്, അപ്പോൾ അത് മിച്ചർ കൂട്ടി കഴിക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് കഴിക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പുട്ടും ഇതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ പുട്ടും നൂൽപ്പൂട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരം ഇതുപോലെയാണ് കഴിക്കാറ്. കറി ചിലപ്പോൾ ഉണ്ടാവില്ല, അല്ലെണ്ടെങ്കിലും ഞാനിങ്ങനെ തന്നെയാണ് കഴിക്കാറ്. അപ്പോൾ ഇതുപോലെ കഴിച്ചിട്ടുള്ളവർ കമൻറ്റിലൊന്ന് പറയാൻ മറക്കരുത്. ഇനി കഴിക്കാത്തവരുണ്ടെങ്കിൽ കഴിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അടുത്ത വീഡിയോയുടെ കമൻറ്റിൽ പറയാം. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.